അത് നിങ്ങൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ലേ? ചിരിച്ചില്ലേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? നമ്മൾ ചെയ്ത് പഠിച്ചോണ്ട് തിങ്കുന്ന നമുക്ക് മോഡൽ എക്സാം നടത്തിയോണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. നമ്മളെ കുറെ നമ്മുടെ ജെൻസി കുറെ സ്ലാങ് ഇട്ടിട്ട് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. കുക്കി അങ്ങനെയൊക്കെ. So hi all, good afternoon. One of the most awaited design exam ആയിരുന്നു USIT 2026. സോ അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റുഡൻസ് റിയാക്ഷൻ കാണാം. സോ ഓവറോൾ USIT 2026 എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദി എക്സാം? പേപ്പർ കണ്ടപ്പോൾ എന്ത് തോന്നി? ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ്ങിന് ടൈം കിട്ടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ആപ്റ്റിറ്റ്യൂഡ് വിചാരിച്ചാൽ കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. പിന്നെ പ്രൊഡക്റ്റ് ഡിസൈനിന് കുറച്ചും കൂടി ടൈം കിട്ടിയെന്നെങ്കിൽ നന്നായിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ആയത് തന്നെ ഓക്കെ. ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ഡ്രോയിങ് പോർഷൻ ഈസ് കൈൻഡ് ഓഫ് ടഫായിരുന്നു. ടഫല്ല, സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല. സിദ്ധാർത്ഥന? വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എക്സ്പെക്ട് ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് ആ പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോക്കിന് എഴുതിയതുപോലത്തെ അത് ഹെൽപ്പ് ചെയ്തു. 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു. പിന്നെ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ ഈസി ആയിരുന്നു, വേറെ ടഫ് ഇല്ലായിരുന്നു. എനിക്ക് എന്നാലും എളുപ്പമായിരുന്നു, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടൈമിൻ്റെ ഒരു പ്രശ്നം, കുറേ ടൈം കളയണ പോലത്തെ ചോദ്യങ്ങളായിരുന്നു. ഒബ്സർവേഷൻ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് പറഞ്ഞ പോലെ. എന്നാലും കുഴപ്പമുണ്ടായില്ല, നല്ല എളുപ്പമായിരുന്നു, എല്ലാം ചെയ്യണം പറ്റിയ പോലെ. എക്സാം ആക്ച്വലി ഓക്കെ സിമ്പിൾ ആയിരുന്നു. ലൈക്ക് ഡ്രോയിങ് പാർട്ടൊക്കെ കമ്പയറിംഗ് ബാക്കിയൊക്കെ ഞങ്ങൾ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. ഇറ്റ് വാസ് ലൈക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഇറ്റ് വാസ് എന്താ തിങ്കിലൊരു കൊല്ലമുള്ള കോച്ചിങ്ങിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയാണ് ആക്ച്വലി. ലൈക്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ലൈക്ക് ഇത്ര ബെറ്റർ ആയ പോലെ എനിക്ക് തോന്നി ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ. ഇറ്റ് വാസ് ഓൾ റൈറ്റ്. ലൈക്ക് എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റി. ഓക്കെ, എല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നി. ഓക്കെ, തിങ്കിൽ നടന്ന മോഡൽ എക്സാമും എല്ലാം ഭയങ്കര യൂസ്ഫുള്ളായി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ബേസ് ചെയ്തിപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായി. ഡ്രോയിങ്ങിനൊക്കെ കുഴപ്പമില്ലായിരുന്നു, ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. ഗുഡ്, ഒരു റിലീഫ് ഉണ്ട് ചെയ്ത്. കൈൻഡ് ഓഫ് ഈസി ആയിരുന്നു, പക്ഷേ ഈസി ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുന്നൊരു പേടിയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങും എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആപ്റ്റിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു. ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രോയിങ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരുന്നു, ഒരു നോർമൽ റേറ്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ചുകൂടി ടഫായിരുന്നു, ന്യൂമറിക്കൽസും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻസ് വെർ ഓൾസോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടെ ഈസി ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ആപ്റ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഡ്രോയിങ്ങും അതേപോലെ തന്നെ കുഴപ്പമില്ല, എല്ലാം വരയ്ക്കാൻ കഴിയുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഈസി ആയിരുന്നു. എല്ലാം വിചാരിച്ച പോലെ നല്ലോണം ചെയ്യാൻ പറ്റി. സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണ്. അതെ, കുഴപ്പമുണ്ടായിരുന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ വിചാരിച്ചത് ഭയങ്കര ടഫാവുന്ന, ബട്ട് അത്രയല്ല മോക്ക് ടെസ്റ്റിലൊക്കെ ഉണ്ടായ പോലെ തന്നെ. ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡ്രോയിങ് ആണെങ്കിലും വിചാരിച്ച പോലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല, സിമ്പിൾ. ആപ്റ്റിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു. ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രോയിങ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെയായിരുന്നു, ഒരു നോർമൽ റേറ്റ് തന്നെയായിരുന്നു. എനിക്ക് അതന്നെ പറയാനുള്ളത്. ഡ്രോയിങ് ടൈമിൻ്റെ കുറച്ച് കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ തിങ്കിൽ മോഡൽ എക്സാം എടുത്തത് അതിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ വന്നത്. അതുകൊണ്ട് നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യാം. ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയോ? ടൈം ആപ്റ്റിറ്റ്യൂഡൊന്നും കുഴപ്പമുണ്ടായില്ല. ഡ്രോയിങ്ങിൻ്റെ എൻഡായപ്പോഴത്തേക്കും ചെറിയ ഇഷ്യൂ പോലെ ഉണ്ടായി, ബട്ട് സ്റ്റിൽ മാനേജബിൾ ആയിരുന്നു. ഡ്രോയിങ് ലൈക്ക് പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയത് കാരണം ഇറ്റ് വാസ് ഫെമിലിയർ. നിങ്ങളുടെ ഫസ്റ്റ് ട്രൈ അല്ലേ? UCൻ്റെ 2 അറ്റംപ്റ്റിൽ ഫസ്റ്റ് ട്രൈ ആണ്. സോ ഇത് മുന്നേ എഴുതിയവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ UCയുടെ കുറച്ച് ടഫസ്റ്റ് എക്സാം ആണെന്ന്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ഇത് എന്താ പറയുക, ഡ്രോയിങ് പോർഷൻസ് മാത്രം ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഡ്രോയിങ്ങിനോ 2 ക്വസ്റ്റ്യൻ. ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു? പ്രോഡക്റ്റ് ഡിസൈൻ ഓർ? ഒരു പ്രോഡക്റ്റ് ഡിസൈനും ഉണ്ടായിരുന്നു, ഒരു സീൻ ഡ്രോയിങ്ങും ഉണ്ട്. എന്തായിരുന്നു പ്രോഡക്റ്റിൽ? എന്തായിരുന്നു പ്രോഡക്റ്റിൽ? ഒരു ഈ മറ്റേ സോപ്പ് നനഞ്ഞിരിക്കില്ലേ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ
ഈസി വേയിൽ ഹൈജീനിക് ആയിട്ട് വയ്ക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിരുന്നു. പ്രോഡക്റ്റ് ഡിസൈൻ എന്തോ സോപ്പിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഓർക്കുന്നില്ല, പക്ഷേ ഐഡിയ പെട്ടെന്ന് കിട്ടിയായിരുന്നു. സീൻ ഡ്രോയിങ്ങോ? സീൻ ഡ്രോയിങ് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് കിട്ടിയായിരുന്നു. സീൻ ഡ്രോയിങ്ങിൽ ഒരു ബോയുടെ പെറ്റിനെ, ഒരു ഡോഗിനെ ലൈക്ക് വാക്കിന് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഈ ഡോഗിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഈ ഡോഗ് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ഡോഗിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ. സോ ചിന്തിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തോ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ? കുറച്ച് റഫ് സ്പേസിൽ ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഈ സോപ്പിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ മുന്നേ? സോപ്പിൻ്റെ ഇല്ല, പക്ഷേ ഇതേപോലത്തെ പ്രോഡക്റ്റ് ഡിസൈൻ ഇതേ രീതിയിൽ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തു എന്നാണ്. സോ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ ഡ്രോയിങ്ങിൽ, സീൻ ഡ്രോയിങ്ങും പ്രോഡക്റ്റ് ഡിസൈനും. സോ ഏതിലാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്തത്? എനിക്ക് പേഴ്സണലി പ്രോഡക്റ്റ് ഡിസൈനാണ് പോയത്. സീൻ ഡ്രോയിങ് എനിക്ക് പെട്ടെന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ ടൈം എടുത്തോ? ഐഡിയ കുറച്ച് സമയം പോയി. സീൻ ഡ്രോയിങ് എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ഡയറക്റ്റ് ഒരു വിഷ്വൽ വന്നു. അപ്പോൾ അത് അതേപോലെ ഞാൻ വരച്ചു. സീൻ ഡ്രോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. സോ പ്രോഡക്റ്റ് ഡിസൈൻ വന്നിട്ട് ഒരു സോപ്പിൻ്റെ സംഭവമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ഈസിയായി, പെട്ടെന്ന് കിട്ടിയോ ഐഡിയ? ഇല്ല, അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടി. വലിയ പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ എളുപ്പമായിട്ട് എല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റി. ഓക്കെ. ആൻഡ് സീൻ ഡ്രോയിങ് ഇച്ചിരി ഇതായിരുന്നു. പ്രോഡക്റ്റ് ഡിസൈൻ പക്ഷേ നല്ലതായിട്ട് സീൻ ഡ്രോയിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സീൻ ഡ്രോയിങ് കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഐഡിയ കിട്ടി. എപ്പോഴത്തെയും പോലെ അല്ലായിരുന്നു, കുറച്ചും കൂടെ പെട്ടെന്ന് ഐഡിയ ഇട്ട് ചെയ്യാൻ. നമ്മളെ നമ്മുടെ ജെൻസി കുറേ സ്ലാങ് ഇട്ടിട്ട് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? സീരിയസ്ലി? ഓ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ജെൻസി കൈൻഡ് ഓഫ് അത് നിങ്ങൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ലേ? ചിരിച്ചില്ലേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? അതാ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ലേ? അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ അത് തന്നെ രണ്ടാമത്തെ തൊട്ട് ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ. അത് മുന്നേ ഒരിടത്തും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് അല്ലേ? സോ വേറെ എന്താണ് ഇതിൽ നിന്നൊരു മറ്റ് എക്സാമിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇല്ല, കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് NID ഒക്കെ ഫേസ് ചെയ്തിട്ട് വന്നിട്ട്. ഇതിൽ നിഫ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരും ഉണ്ടല്ലോ. സോ ആരൊക്കെയായിരുന്നു നിഫ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ തിങ്കിത്തെ മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസ് കാര്യങ്ങളൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു ഈ ഒരു UC 2026? നല്ല ഹെൽപ്ഫുൾ ആയി. കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 360 കുറേ ആപ്റ്റിറ്റ്യൂഡിൽ ഏതൊക്കെ പോർഷൻസ് ആണ് വന്നത്? ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഒരു കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സർഫസ് കൗണ്ടിങ്. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, നടക്കുന്ന ഷേപ്പ്, ഫോൾഡിങ്ങിൻ്റെ. ലോജിക്കൽ റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എളുപ്പമായിരുന്നു. നമുക്ക് ഇപ്പം തിങ്കിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് വെച്ച് ഭയങ്കര യൂസ്ഡ് ആയിരുന്നു. അത്രയും പാടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. നല്ലപോലെ ഹെൽപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തിങ്കിലെ മോക്ക് പേപ്പേഴ്സ് ഇതിനേക്കാളും പാടായിരുന്നു. ടൈം എന്നുള്ള ആ ഒരു ഇത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തിങ്കിത്തെ മോക്കായിരുന്നു കുറച്ചും കൂടെ ഹാർഡ്. നമുക്ക് തിങ്കിലുള്ള അതേപോലത്തെ മോക്ക് എക്സാമിലുള്ള അതേ പാറ്റേണിലൊന്നും മാറിയിട്ടില്ല. അപ്പോൾ NID വെച്ച് നോക്കുമ്പോൾ UCD കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഡ്രോയിങ് ആണെങ്കിലും എല്ലാതും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഏകദേശം ചെയ്യാൻ പറ്റി. ഓക്കെ. നമ്മുടെ മോക്ക് എക്സാമിനേഷൻ അത്യാവശ്യം ടഫായിരുന്നല്ലോ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോക്ക് എക്സാമിന് ന്യൂമറിക്കൽസ് കൂടുതലായിരുന്നു. ഇതിൽ കൂടുതലും അല്ലാത്ത നോൺ വെർബൽ ആയിരുന്നു കൂടുതലും. ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു. പ്രൊഡക്റ്റ് ഡിസൈനൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ട് തിങ്കിൽ നമുക്ക് മോഡൽ എക്സാം നടത്തിയോണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നി. ആക്ച്വലി 2 ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ടാണ് തോന്നിയത്. സീൻ ഡ്രോയിങ് 2 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഏതായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് പാർട്ടായിരുന്നു അതോ ഡ്രോയിങ് പാർട്ടായിരുന്നു? ഓക്കെ. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡ്രോയിങ്ങിൽ വന്നത്? ഡ്രോയിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വാസ് വെരി സിമ്പിൾ.
Big thanks to all the teachers. താങ്ക് യു സോ മച്ച്, വി ആർ സോ ഹാപ്പി. ആൻഡ് ഈ ടൈം മാനേജ്മെൻ്റ് ആണല്ലോ എപ്പോഴും ഡ്രോയിങ്ങിന് ഇഷ്യൂ ആയിട്ട് കുട്ടികൾ പറയാറുള്ളത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? മാനേജ് ചെയ്യാൻ പറ്റുമോ? ഏതിനെങ്കിലും കുറച്ച് കൂടുതൽ തിങ്ക് ചെയ്യാൻ കുറച്ച് അല്ലെങ്കിൽ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം കൂടുതലായിട്ട് എടുത്തോ? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഐഡിയാസ് കത്തി? പെട്ടെന്ന്. അതെന്തായാലും കൗണ്ടിങ് ഫിഗേഴ്സ് ആയിരുന്നു, വേറെ ബാക്കിയെല്ലാം നന്നായിട്ട് പോയി. ഓക്കെ. പിന്നെ ടൈം മാനേജ് ചെയ്യാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്, എവിടെയായിരുന്നു വന്നത്? ഞാൻ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ പേജ് കണ്ടില്ല. ഞാൻ കരുതി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡാണ് കണ്ടത്. അതിൻ്റെ ഒരു കുഴപ്പം, അല്ലാതെ ആയിരുന്നെങ്കിൽ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയേനെ. ആപ്റ്റിറ്റ്യൂഡ് വലിയ പ്രശ്നമില്ലായിരുന്നു. ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുത്തു. പ്രോഡക്റ്റ് ഡിസൈൻ തീരെ എടുത്തില്ലായിരുന്നു. ലൈക്ക് തീരെ പ്രശ്നമില്ലായിരുന്നു. ബിക്കോസ് തിങ്കിന്ന് കുറേ ചെയ്ത് തന്നെ നല്ലോണം ഹെൽപ്പാക്കിയത്. ഞാൻ ലോജിക് ബേസ് ആയിട്ട് ഞാൻ നല്ല ബാക്കിലാണ്. എനിക്ക് ലോജിക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്കാവില്ല. പേപ്പർ നോക്കിയപ്പോൾ വല്ലാതെ മാത്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്ന ഇതായിട്ടില്ല. പിന്നെ ഇപ്പം എന്താ നമ്മൾ എക്സാംസ് എഴുതിയൊക്കെ പോലെ തന്നെ ആ ഒരു പാറ്റേൺ തന്നെ ഏകദേശം വന്നത്. കുഴപ്പമില്ല. ഇത് പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക്സ് കാര്യങ്ങൾ ഞാൻ നല്ല ബാക്കിലാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അത്യാവശ്യം മാത്തമെറ്റിക്സ് ഉണ്ടാവുന്നത്, പക്ഷെ അത്ര ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ ഓക്കെയാണ്. പിന്നെ ഡ്രോയിങ്ങിനും ഏകദേശമൊക്കെ ടൈം കിട്ടി. ആപ്റ്റിറ്റ്യൂഡ് ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. എക്സ്ട്രാ 15 മിനിറ്റ് ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ല. ഡ്രോയിങ് കറക്റ്റായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് പോലെ ഒരു 10-15 മിനിറ്റ് മുമ്പേ തീർന്നു. എല്ലാ ക്വസ്റ്റ്യനും ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്തത് വർക്കൗട്ട് ആയതാണ്. റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. ഡ്രോയിങ് എനിക്ക് പൊതുവേ കുറച്ച് പ്രശ്നമാണ്. സ്കെച്ചിങ്ങിന് ഞാൻ കുറച്ച് ഫസ്റ്റ് പാർട്ടിന് കുറച്ചും കൂടെ സമയം ഞാൻ എടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹൗ ഡു യു റേറ്റ് 2026 യൂസ്ഡ് ഔട്ട് ഓഫ് 10? എത്ര റേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? 8. Out of 10 maybe 7.5. 8.5. 8. 8. 8. 9. 8. 7, 8. Yeah, same 7, 8. 7. 7. 7, 8. Okay. 8.6. 7.5. 8. 7.5. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. റിസൾട്ട് വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.